ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ ഈദൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള ആദ്യത്തെ വ്ളോഗാണ് ഇടുന്നത്. കുറച്ചൊരു ഗ്യാപ്പൊക്കെ വന്നു അല്ലേ. അപ്പോൾ എന്തായാലും റമളാന് ശേഷം നമ്മളൊരു ഡെയിലി റൂട്ടീനൊക്കെ പഴയതുപോലെ തന്നെ ആവുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ തന്നെയാണ്. ഇപ്പോൾ രാവിലെ തകൃതിയായിട്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഗ്രീൻ പീസും പൊട്ടാറ്റോയും വെച്ചിട്ടുള്ള ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ തേങ്ങാപ്പത്തിരിയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ തേങ്ങാപ്പത്തിരിക്ക് വേണ്ടിയിട്ടുള്ള പൊടിയൊക്കെ വാട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ പൊടിയൊക്കെ ഒന്ന് ചൂടാറി കഴിഞ്ഞപ്പോൾ അതൊന്ന് കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ സ്കൂളും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ 7 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ കിച്ചണിലെത്തിയപ്പോൾ തന്നെ. അപ്പം വേഗത്തിൽ നമുക്ക് ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ഗ്രീൻ പീസ് കറിയിലേക്കുള്ള ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് വാട്ടിയെടുക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് നമ്മൾ ബീഫ് മസാല ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വേറെ ഒന്നും തന്നെ ആഡ് ചെയ്ത് കൊടുക്കണില്ല. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ പീസും പൊട്ടാറ്റോയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിനിടയിൽ ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അമ്മ അവിടെ അടുപ്പ് കത്തിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനിടയിൽ അതും അങ്ങനെ ആയിക്കോളൂല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്പമൊക്കെ ചുട്ട് കഴിഞ്ഞും ചെയ്തു. അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പോൾ ഉമ്മ ഇപ്പോഴൊക്കെ ഇടയിൽ കഴിച്ചു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും അസ്കർക്കയും കഴിക്കട്ടെ. മക്കളൊക്കെ എഴുന്നേറ്റ് വരുന്നേ ഉള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മളുടെ വ്യൂവേഴ്സിലുള്ള അധികം വീട്ടമ്മമാർക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഞാൻ പറയാൻ പോണത്. അപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ ചില ഫ്രണ്ട്സൊക്കെ പറയാറുണ്ട്, ഇംഗ്ലീഷ് അറിയായിരുന്നെങ്കിൽ എന്ത് നന്നായിരുന്നു എന്ന്. ചില ഫ്രണ്ട്സിൻ്റെ ആയിട്ടൊക്കെ സംസാരിച്ചിരിക്കുമ്പോൾ പിടിച്ചു നിൽക്കാനും അതുപോലെ തന്നെ നമ്മൾ മക്കൾക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് കൊടുക്കാനൊക്കെ ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ ഇപ്പോൾ CBSE സിലബസ് ഒക്കെ ആകുമ്പോൾ കുറച്ച് കടികട്ടി ഇംഗ്ലീഷൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ അതിനൊക്കെ നല്ലതാണ് ഇംഗ്ലീഷ് നമുക്ക് അറിഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾക്ക് പുതിയ ജോലിക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇംഗ്ലീഷ് എന്തായാലും ഒരു മെയിൻ ആയിട്ടുള്ളൊരു മാനദണ്ഡം തന്നെയാണ്. അപ്പം അങ്ങനെയുള്ള കുറേ ആളുകൾ എൻ്റെ അടുത്ത് പറയുമ്പോൾ ഞാൻ പറയും, ഒരുപാട് ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ടല്ലോ ഇപ്പോൾ ഇംഗ്ലീഷൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനത്തെ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്താൽ മതി എന്നുള്ള രീതിയിലൊക്കെ പറയാറുണ്ട്. അതിനിടയിൽ ഉപ്പ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അതിൻ്റെ സ്ഥാനങ്ങളിലേക്ക് വെക്കാൻ കേട്ടോ. അപ്പോൾ നോമ്പായപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ വൈകുന്നേരമാണ് ഉപ്പ കടയിലൊക്കെ പോവുകയാണെങ്കിൽ പോവൽ. ഇപ്പോൾ രാവിലത്തേക്ക് തന്നെ നോമ്പൊക്കെ കഴിഞ്ഞ് രാവിലെ തന്നെ പോക്കൊക്കെ തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഓൺലൈൻ ക്ലാസ് ഇഷ്ടം പോലെ ഉണ്ട് ഇംഗ്ലീഷ് പഠിപ്പിക്കാനൊക്കെ. അപ്പോൾ അതിൽ ഏറ്റവും നന്നായിട്ട് എനിക്ക് തോന്നിയത് എൻട്രി ആപ്പിലെ ഇംഗ്ലീഷ് ക്ലാസ്സാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മലയാളം അറിയുന്ന ഒരു അമേരിക്കക്കാരി, അതായത് അപർണ മൾബറി എന്ന് പറയുന്ന ഒരു ടീച്ചറാണ് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത്. അപർണയെ ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവും, ബിഗ് ബോസ് സീസൺ 4 കണ്ടസ്റ്റൻ്റ് ആണ്. അപ്പം അവർക്ക് നന്നായിട്ട് മലയാളം സംസാരിക്കാൻ അറിയാം. അപ്പം അമേരിക്കക്കാരി ആയതുകൊണ്ട് തന്നെ അവർക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇംഗ്ലീഷ് പഠിപ്പിക്കാനും കഴിയുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നതിൻ്റെ ഇടയിൽ എൻ്റെ മീൻ നന്നാക്കണമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മീൻ മുളകിട്ടതും ചക്കക്കൂട്ടാനാണ് ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്ലാന്.
അതിനിടയിൽ ഉപ്പാക്ക് ചായ കൊടുക്കാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉപ്പാക്കൊരു ചായ ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ നമ്മൾ എൻട്രി ആപ്പിനെ കുറിച്ചായിരുന്നു അല്ലേ പറഞ്ഞത്. ഈ ഒരു കോഴ്സ് മലയാളത്തിൽ പഠിപ്പിക്കുന്നതുകൊണ്ട് നമുക്ക് വേഗത്തിൽ മനസ്സിലാവുകയും ചെയ്യും. പിന്നെ എൻട്രി ആപ്പിൽ നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ, എൻട്രി ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റെക്കോർഡഡ് വീഡിയോസ്, അപർണയുടെ റെക്കോർഡഡ് വീഡിയോസ് കിട്ടും. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് വേഗത്തിൽ ഇംഗ്ലീഷൊക്കെ പഠിച്ചെടുക്കാനും കഴിയും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ പാത്രം കഴുകുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും പണികൾ എടുക്കുന്ന സമയത്തോ ഫ്രീ ആയിട്ട് നമ്മൾ കിടക്കുന്ന സമയത്താണെങ്കിൽ അങ്ങനെയൊക്കെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് റെക്കോർഡഡ് ക്ലാസ്സസ് അല്ല, ഒരു ടീച്ചറെ വെച്ചിട്ട് ക്ലാസ് പഠിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ഉള്ള ഓപ്ഷനും ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് റെക്കോർഡഡ് ക്ലാസ്സസ് ആണെന്ന് വിചാരിച്ചിട്ട് ആരും ജോയിൻ ചെയ്യാതെ നിൽക്കണ്ട, നമുക്ക് ലൈവ് ആയിട്ടുള്ള ക്ലാസ്സസും കിട്ടുന്നതാണ്. ഇപ്പോൾ വീട്ടമ്മമാർക്ക് മാത്രമല്ല കേട്ടോ, ജോലി നോക്കുന്നവർക്കൊക്കെ ഇത് ഉപകാരപ്പെടും. പിന്നെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനൊക്കെ, നമുക്ക് ഇൻ്റർവ്യൂവിൽ ഷൈൻ ചെയ്യാനൊക്കെ ഇംഗ്ലീഷ് എന്തായാലും മസ്റ്റാണ്. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു കോഴ്സ് വളരെയധികം ഉപകാരപ്പെടും. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ്, കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ കമൻറ്റിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഒരു ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ കഴിയും. അപ്പം പെർഫെക്റ്റ് ആയിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹമുള്ളവർ വേഗം തന്നെ ആ ഒരു ഫോമൊക്കെ ഫില്ല് ചെയ്തോളൂ കേട്ടോ. ഇതിനിടയിൽ കുറച്ച് പാത്രങ്ങൾ കഴുകിയെടുക്കാനുള്ളതൊക്കെ കഴുകിയെടുത്ത് ഒന്ന് വൃത്തിയാക്കി വെച്ചു കേട്ടോ. ഇനി ചക്ക കൂട്ടാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചക്ക മുറിക്കുകയാണ്. ചക്ക പണി ആകുമ്പോൾ നല്ലവണ്ണം നമുക്ക് സമയം എടുക്കുമല്ലോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇവിടേക്കൊന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിന്നതാണ്. അപ്പോൾ എന്തായാലും ഇതാണ് ചക്ക. ഞാൻ മുണ്ടുപറമ്പ് വീട്ടിൽ പോയ സമയത്ത് അവിടുന്ന് കൊണ്ടുവന്നതായിരുന്നു. ചെറിയൊരു ചക്കയാണ്. അപ്പോൾ കയ്യിൽ എണ്ണയൊക്കെ ആക്കി ഭയങ്കരമായിട്ട് ചക്ക കൂട്ടാനും മീൻകറിയൊക്കെ കഴിക്കാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അത് വെച്ച് നോക്കുമ്പോഴാണ് ഇത് പഴുത്ത ചക്കയായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ നമ്മളുടെ ലഞ്ചിൻ്റെ പ്ലാനുകളൊക്കെ മാറ്റി കേട്ടോ. അപ്പോൾ എന്തായാലും ചക്ക നല്ല മധുരമുള്ള ചക്കയായിരുന്നു. അപ്പോൾ ഇനി ലഞ്ചിന് പരിപ്പും മുരിങ്ങയും കൂടെ കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് പരിപ്പൊന്ന് വേവിച്ചെടുക്കുകയാണ്. പിന്നെ ലഞ്ചിലേക്ക് ക്യാബേജ് തോരനും പിന്നെ മീൻ പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ആദ്യം കറി വെക്കണം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം കറി വെക്കാൻ വിചാരിച്ചുകൊണ്ട് വരഞ്ഞെടുത്തിട്ടില്ലായിരുന്നു. അപ്പം ഇനി വരഞ്ഞിട്ട് ഒന്ന് കഴുകിയൊക്കെ എടുക്കട്ടെ. അങ്ങനെ മീനും മസാലയും പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തർ ഇതിനിടയിൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ വന്ന് കഴിക്കുന്നുണ്ട്. ഷെയ്സൂട്ടിന് ഇതാ ഇപ്പോഴാണ് വരുന്നത്. ചോറ് വെന്തിട്ടുണ്ട്. അപ്പോൾ ചോറ് ഞാനിതാ ഇങ്ങനെ വേഗം ഒരു പാത്രത്തിലേക്ക് ഊറ്റിയിടും കേട്ടോ. എന്നിട്ട് അധികം ഒന്നും വെള്ളം വാരാൻ നിൽക്കാതെ ഊറ്റിയിട്ടിട്ട് പിന്നെ അത് വാർത്തെടുക്കുകയാണ് ചെയ്യുക. എന്നാലും പിന്നെ ആ ചോറ് വെച്ച് ആ ഒരു കുടുക്കയിൽ തന്നെ വാർത്ത് വെക്കുമ്പോൾ അത് ഇങ്ങനെ കഞ്ഞിവെള്ളവും ഒക്കെ അതുമ്പോൾ ഒളിച്ചിട്ട് ഒരു വൃത്തികേടാണല്ലോ. കറി വെക്കാനുള്ള മുരിങ്ങ എടുക്കട്ടെ. അപ്പോൾ പരിപ്പ് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു.
അപ്പോൾ വെന്ത പരിപ്പിലേക്ക് മുരിങ്ങ ഇട്ട് വേവിച്ചിട്ട് തേങ്ങ ഒഴിക്കുക. അതിൻ്റെ ഒന്നും റെസിപ്പി ഒന്നും ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നില്ല. ഇതിൻ്റെ റെസിപ്പീസൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നുണ്ട്. അങ്ങനെ ഇതാ ലഞ്ചിനുള്ള കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ക്ലീനിങ് മാത്രമേ ഉള്ളൂ ബാക്കി. ഇന്ന് അകത്തൊന്നും അധികമൊന്നും ക്ലീൻ ചെയ്യാനൊന്നും ഇല്ലായിരുന്നു. അപ്പം ബെഡ്റൂമിൽ വിരിച്ചിടലും കാര്യങ്ങളൊക്കെ ഷേസനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. കിച്ചണിൽ അധികം ചളിയൊന്നുമില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് അങ്ങനെ കൈ കൊണ്ടൊന്ന് വേഗത്തിലൊന്ന് തുടച്ചെടുക്കുകയാണ്. ഇത്തവണ നോമ്പ് കഴിഞ്ഞതിന് ശേഷം നമ്മളൊന്ന് തൃശ്ശൂരിലൊക്കെ ഒന്ന് പോയി വന്നു കേട്ടോ. തൃശ്ശൂരിൽ എനിക്കൊരു കുക്കിംഗ് കോമ്പറ്റീഷൻ്റെ ജഡ്ജായിട്ട് പോകാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ കുറച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ ഞാനത് ഇൻക്ലൂഡ് ചെയ്യാം. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി ഞങ്ങൾ ഭക്ഷണം കഴിക്കട്ടെ. അപ്പോൾ ഉമ്മയും ഉപ്പയും ഷേസൊക്കെ ഇതിനിടയിലൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷേസൂട്ടനാണ് കേട്ടോ ചോറൊക്കെ എടുത്ത് വെക്കണത്. ഉപ്പ നോമ്പിന് മുന്നേ ഉണ്ടാക്കിയിട്ടുള്ള അച്ചാറാണ് കേട്ടോ, മാങ്ങ അച്ചാർ. നല്ല ടേസ്റ്റുള്ള അച്ചാറായിരുന്നു. കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു പരിപ്പും മുരിങ്ങയും കറിയിലേക്ക് നമ്മൾക്ക് എന്തെങ്കിലും പുളി ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റ്. അപ്പോൾ ഈ ഒരു ഓർക്കാപ്പുളി ഉപ്പിലിട്ടതുണ്ടായിരുന്നു. അപ്പോൾ അത് കൂട്ടിയിട്ട് എങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഓർക്കാപ്പുളി കുറേ നമ്മളെ വീട്ടിൽ ഇരുമ്പിപ്പുളി, അതാണ് കേട്ടോ ഓർക്കാപ്പുളി എന്ന് പറയുന്നത്. അത് കുറേ ഉണ്ടാവുന്ന സമയത്ത് ഉപ്പ ഇങ്ങനെ അച്ചാറൊക്കെ ഉണ്ടാക്കും, നല്ലോണം അച്ചാറൊക്കെ ഉണ്ടാക്കും. ഉപ്പ ഉപ്പിലിട്ട് വെച്ചതായിരുന്നു. ഷേസ് ഇവിടെ ടി വി കണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൾക്ക് ചെറിയൊരു പനിയും തലവേദനയൊക്കെ ഉണ്ട്. അപ്പോൾ അവൾക്ക് നല്ലൊരു ചായ വേണമെന്ന് പറഞ്ഞപ്പോൾ ചായയൊക്കെ ഉണ്ടാക്കി കൊണ്ട് കൊടുക്കുകയാണ്. അപ്പോൾ ടി വി ഒക്കെ കണ്ട് സുഖിച്ചിരുന്ന് കുടിക്കുകയാണ്. അപ്പം ഞാനും ഒരു ചായയൊക്കെ കുടിക്കട്ടെ. അപ്പം നോമ്പ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് വർക്കൗട്ടൊക്കെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ട് നിൽക്കുകയാണ്. ഒന്നും അവിടെ ഓർഡറായി വരുന്നില്ല. നോമ്പിൻ്റെ സമയത്ത് ഞാൻ ഒരു ഫസ്റ്റത്തെ 15 ഡേയ്സൊക്കെ വർക്കൗട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഓരോ തിരക്കും കാരണങ്ങളൊക്കെ ആയിട്ട് വർക്കൗട്ടൊന്നും നടന്നില്ല. ഇനിയൊന്ന് ട്രാക്ക് കയറണം. ചാമ്പയ്ക്കയും മാങ്ങയൊക്കെ നല്ലോണം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ചാമ്പയ്ക്ക ഷെയിൻ്റെ മക്കളുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവർ അപ്പോൾ തന്നെ എടുത്ത് കഴിക്കലുണ്ട്. ഇത്തവണ കുറേ മഴ പെയ്തിട്ടൊക്കെ കൊഴിഞ്ഞൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സൈഡിലായിട്ട് കുറേ ചെടികൾ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ വളരുന്നുണ്ട്. അപ്പോൾ അതിലെ കളകളും അതുപോലെ തന്നെ ഇതൊക്കെ ഒന്ന് എടുത്തിടായിരുന്നു. എന്നിട്ട് കുറച്ച് ചെടിയിൽ ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ എന്നൊക്കെ വിചാരിച്ച് നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് അസ്കർക്ക് പറയുന്നത് നമുക്ക് റഫീഖാക്കാൻ്റെ, അതായത് ഷെയിൻ്റെയൊക്കെ വീട് പണ്ട് അവിടെ ഒന്ന് വെറുതെ ഒന്ന് പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പം ഉമ്മ അവിടെ തൊടിയിൽ തീ കത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഉമ്മ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും അസ്കർക്കും കൂടെ സ്കൂട്ടിയിൽ അങ്ങനെ പോവാണ്. ഷെസിന് സൈക്കിളിലും വരുന്നുണ്ട്. ഷെയ്സ് പണിയെടുത്ത് വേർത്തുകണല്ലോടാ. ഷെയ്സ് അവിടെ ഉമ്മാനെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു കേട്ടോ. അവിടെ എന്തൊക്കെയോ ചെയ്ത് കൊടുക്കുകയായിരുന്നു. അപ്പം ഞാൻ നോമ്പിൻ്റെ മുന്നേ വന്നതാണ് കേട്ടോ ഇവിടെ. അപ്പം ഇവിടുത്തെ പണികളൊക്കെ ചെയ്തതൊക്കെ ഒന്ന് കാണും ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം എന്നാലും ഞാൻ ഇപ്പം നിങ്ങൾക്ക് വീട് ഒന്നും കാണിച്ചു തരണമൊന്നുമില്ല. ഇൻഷാ അല്ലാ പണികളൊക്കെ തീർന്നതിന് ശേഷമൊക്കെ നല്ല നീറ്റാക്കിയതിന് ശേഷമൊക്കെ കാണിച്ചു തരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചെടികളൊന്നും നനച്ചൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ മഴ പെയ്യുമ്പോൾ ഈ ഒരു ഭാഗത്തേക്കൊന്നും അങ്ങനെ മഴ കിട്ടൂല കേട്ടോ. അപ്പോൾ മഴ കിട്ടാത്ത ഭാഗത്തേക്കൊന്നും നനച്ച് കൊടുക്കുകയായിരുന്നു. പിന്നെ അന്ന് അങ്ങനെ മഴ പെയ്തിട്ടും ഇല്ലായിരുന്നു. അപ്പോൾ പിന്നെ എല്ലാ ചെടികളൊക്കെ ഒന്ന് നനച്ച് കൊടുക്കുകയാണ്.
അപ്പോൾ നിസ്കാരം ഒത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അതാ മുകളിൽ കയറിയിട്ട് കബോർഡൊന്ന് ക്ലീൻ ചെയ്യണം. ആകെ വലിച്ചു വാരിട്ടാണ് കേട്ടോ. കാരണം ഞാൻ മെലിഞ്ഞതുകൊണ്ട് കുറേ ഡ്രസ്സ് എനിക്ക് ലൂസായി. അപ്പോൾ പോണ സമയത്ത് ഇടുമ്പോഴായിരിക്കും ഇത് ലൂസാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മാറ്റി വെച്ച് ഇങ്ങനെ കളിക്കായിരിക്കും. അപ്പോൾ ഇത് റീസൈസ് ചെയ്യാനുള്ള സമയമൊട്ട് ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഷേസൻ്റെ ഒരു ഡ്രസ്സാണ്, നല്ല ഇഷ്ടമാണ് എനിക്ക്. അപ്പോൾ അവൾക്കാണെങ്കിൽ ഇപ്പോൾ ഇത് ഇടണം, ഇങ്ങനത്തെ ടൈപ്പ് ഡ്രസ്സസ് ഒന്നും ഇപ്പോൾ അവൾക്ക് ഇഷ്ടമല്ല കേട്ടോ. പിന്നെ ഇത് എനിക്ക് എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ടൊക്കെ എനിക്ക് തന്നെ ആക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് നിൽക്കുകയാണ്. അപ്പം അങ്ങനെ കുറേ ഡ്രസ്സുകൾ റീസൈസ് ചെയ്യാനുള്ളതും ഇപ്പോൾ ഇടാൻ പറ്റുന്നതോ ഒക്കെ ഒന്ന് വേർതിരിച്ച് വെക്കുകയാണ്. അപ്പം എല്ലാം കൂടെ ഒന്നും ഇന്ന് ചെയ്ത് കഴിയൂല. അപ്പം കഴിയണ അത്ര ഇപ്പോൾ ചെയ്തിട്ട് ബാക്കിയുള്ളത് അടുത്ത ദിവസങ്ങളിലൊക്കെ ചെയ്യാൻ വിചാരിച്ചു. അങ്ങനെ ഇതാ കുറച്ചൊക്കെ ഒന്ന് മടക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നല്ല ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അകത്തൊക്കെ ഇന്ന് അടിച്ചു വാരി എടുക്കുകയാണ്. അടുത്ത ദിവസം ഞങ്ങൾക്ക് ഉമ്മാനെ ഡോക്ടറെ കാണിക്കാനും അതുപോലെ തന്നെ കോഴിക്കോടൊക്കെ ഒന്ന് പോകേണ്ട ആവശ്യമൊക്കെ ഉണ്ട്. അപ്പോൾ ഉമ്മയും ഇപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് പോകണം വിചാരിക്കുകയാണ്. അപ്പോൾ തലേദിവസം തന്നെ രാത്രിയൊക്കെ തന്നെ അടിച്ചു വാരി ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് വേഗത്തിൽ അങ്ങനെ പോകാമല്ലോ വിചാരിച്ചിട്ട് വേഗത്തിൽ ക്ലീൻ ചെയ്തിട്ടു. അപ്പം ഞാനും അസ്കർക്കും ഫുഡ് കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പം ഈ ഒരു സമയത്ത് കഴിക്കണ അത്ര നല്ലതൊന്നല്ല ലേറ്റായിട്ട് കഴിക്കുന്നത്. പക്ഷെ നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ആകെ വേർത്ത് ഇതായിട്ടുണ്ടായിരുന്നു. അപ്പം ഒന്ന് കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ചപ്പാത്തി കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് മുന്നേ പാത്രങ്ങളൊക്കെ കഴുകാനുള്ളതൊക്കെ ഒന്ന് വേഗത്തിൽ കഴുകിയെടുക്കട്ടെ. കുട്ടികളൊക്കെ ഇതിനിടയിൽ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഷേസ് അവർക്കുള്ള ഫുഡൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചപ്പാത്തിയും മുരിങ്ങക്കറിയും നല്ല ടേസ്റ്റാട്ടോ. പരിപ്പാണല്ലോ അതിലുള്ളത്, അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.